നമ്മുടെ ജജു ഐലൻഡ് റെയ്ഡിൽ നമ്മുടെ ബേറൂനെ ഡിഫീറ്റ് ചെയ്യാൻ പവർഫുൾ ആയിട്ടുള്ള ഹണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്കറിയാലോ. നമ്മുടെ ബേറൂനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു നാഷണൽ ലെവൽ പവറുള്ള ഒരു ഹണ്ടർ തന്നെ വേണം. സോ ഇതിന് കേപ്പബിൾ ആയിട്ടുള്ള ഹണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. 4th പ്ലേസിൽ നമ്മുടെ ഗോഹാനിയാണ്. ഇദ്ദേഹം നമ്മുടെ കൊറിയൻ ഹണ്ടർ അസോസിയേഷൻ്റെ ചെയർമാനുമാണ്, അതുപോലെ തന്നെ ഒരു റൂളറിൻ്റെ വെസലുമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇദ്ദേഹം നമ്മുടെ ഫ്രോസ്റ്റ് മോണാർക്കുമായിട്ട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തതെന്ന്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രൈം ടൈമിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഒരു പക്ഷേ ഈ ഫ്രോസ്റ്റ് മൊണാർക്കിനെ ഡിഫീറ്റ് വരെ ചെയ്യുമെന്നായിരുന്നു എല്ലാവരും പറയുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ലൂജിഗോങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഹണ്ടറാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ആർക്കിൻ്റെ അവസാനം ഈ ഒരു ഹണ്ടറിൻ്റെ എൻട്രി അവിടെ വെച്ച് ഒരുപാട് ആൻഡ് സോൾജേഴ്സിനെ പെട്ടെന്ന് തന്നെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ക്യാരക്ടർ ഒരു നാഷണൽ ലെവൽ ഹണ്ടറുമാണ്, സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് നാഷണൽ ലെവൽ ഹണ്ടർ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെയുള്ളത് നമ്മുടെ തോമസ് ആൻഡ്രയാണ്. തോമസ് ആൻഡ്രനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജിൻബുവിൻ്റെ കൂടെ വരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജിൻബുവിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹണ്ടർ നമ്മുടെ തോമസ് ആൻഡ്രയാണ്. പിന്നെയുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ ക്രിസ്റ്റഫർ റീഡ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റീസ് ഒന്നും കൂടുതൽ കാണിച്ചിട്ടില്ലെങ്കിലും ഇദ്ദേഹം ഒരു നാഷണൽ ലെവൽ ഹണ്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിനെ നമ്മളെ ബെറൂനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഇതിൽ ഞാനൊരു ക്യാരക്ടറെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ആരാണെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കും.